ഹായ് ഹലോ വെൽക്കം ടു ഫെല്ല ഷോർട്സ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ജോലിക്ക് പോകുന്നവർക്കും ഡിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഭാവിയിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെടും. അപ്പോൾ സമയമുള്ളവർ മുഴുവനായിട്ട് ഇതൊന്ന് കാണണേ. ഒന്നാമത്തെ ടിപ്സ്, നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണോ ഉള്ളത് ആ ഒരു അവസ്ഥയെ നിങ്ങളങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അതായത് ഇന്നിപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ്, നാളെ ഇതെല്ലാം മാറും എന്ന് വിശ്വസിക്കുക. നിങ്ങളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയാണ് എങ്കിലും അവിടെ നിന്ന് തന്നെ അതിനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുക. രണ്ടാമത്തത്, പ്ലാൻ ചെയ്യുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ലൈഫിലെ എല്ലാ സംഗതികളും പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ ചില സമയത്തൊക്കെ ഒരു നെഗറ്റീവ് ചിന്ത വരും. പ്ലാൻ ചെയ്താൽ എല്ലാതും ചെയ്യേണ്ടി വരില്ലേ എന്ന്. പ്ലാൻ ചെയ്യുന്നത് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനുള്ളതാണ് എന്ന് നമുക്കൊരു പക്ഷേ ചിന്ത വന്നേക്കാം. അങ്ങനെയല്ല കേട്ടോ. എല്ലാത്തിനും ഓരോരോ സമയം നിശ്ചയിക്കുന്നു മാത്രമേ ഉള്ളൂ പ്ലാൻ ചെയ്യുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഉണ്ടാവുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. ഇന്ന് ചെയ്യാൻ പറ്റാത്തത് നാളെ ചെയ്യുക. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം ചെയ്യാൻ പറ്റാത്തത് അതിൻ്റെ പിറ്റത്തെ ദിവസം ചെയ്യുക. അങ്ങനെ ആണ് നമ്മൾ പ്ലാനിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ എല്ലാവരോടും സഹായം ചോദിക്കുക. അതായത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യും എന്ന വാശി ഒഴിവാക്കുക. കുട്ടികളോട് കുഞ്ഞു കുഞ്ഞു ജോലിയിൽ സഹായം ചോദിക്കാം. മാതാപിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് കുഞ്ഞു കുഞ്ഞു സഹായങ്ങൾ ചോദിക്കുക. ഭർത്താവിനോട് നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ സഹായം ചോദിക്കാം. സഹായം ചോദിക്കുമ്പോൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് കേട്ടോ. അവരോട് ആരോടൊക്കെ സഹായം ചോദിക്കാൻ പറ്റുമോ അവരോടൊക്കെ മാത്രമേ നമ്മൾ സഹായം ചോദിക്കാനായിട്ട് പാടുള്ളൂ. നാലാമത്തത്, ഫുഡിൻ്റെ കാര്യം ഒന്ന് ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ഇന്ന ദിവസം ഇന്ന സാധനം ഉണ്ടാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നാളെ അതുണ്ടാക്കാം എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ എത്തണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്ന ഫുഡിൻ്റെ ലിസ്റ്റ് ഒന്ന് കയ്യിലുണ്ടായിരിക്കണം. അങ്ങനെ ആയാലും മതി കേട്ടോ. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്സിൻ്റെ റെസിപ്പി, അതേപോലെ തന്നെ ഡിന്നറിൻ്റെ റെസിപ്പി, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി, ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരുന്നാലും മതി. അതിൽ നോക്കിയിട്ട് നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് തലേ ദിവസം തന്നെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അല്ല, തലേ ദിവസം നിങ്ങൾക്ക് സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ കുറച്ചും കൂടി സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അഞ്ചാമത്തത്, നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. നീറ്റായിട്ട് ക്ലീൻ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഈ ഒരു കിച്ചൺ കാണുമ്പോൾ തന്നെ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ പറ്റാവുന്നവർ മാക്സിമം രാത്രി തന്നെ കിടക്കുമ്പോൾ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക. ആറാമത്തത്, നിങ്ങൾക്ക് എന്നാണോ ഓഫായിട്ടുള്ള ഒരു ദിവസം, അല്ല നിങ്ങൾക്ക് ഹോളിഡേ എന്നാണോ ആ ദിവസം നിങ്ങൾ ഫുൾ റെസ്റ്റ് എടുക്കാൻ റിലാക്സ് ആവാനുള്ള ഒരു ദിവസമാക്കി മാറ്റുക. ഒരുപാട് ജോലി ചെയ്യുന്ന ഒരു ദിവസമാക്കി മാറ്റാതെ റിലാക്സ് ആവാനുള്ള ഒരു ദിവസമാക്കി മാറ്റുക. അതായത് ബാക്കി 6 ദിവസവും നിങ്ങൾ ചിട്ടയോടുകൂടി അല്ലെങ്കിൽ ഡിസിപ്ലിനോട് കൂടിയിട്ട് പ്ലാനിങ്ങോട് കൂടി നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് പോകുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം നമുക്ക് ഹോളിഡേ, നമുക്ക് റെസ്റ്റ് ഉള്ളൊരു ദിവസമാക്കി മാറ്റാനായിട്ട് പറ്റും. ഫുൾ ഡേ ജോലിക്ക് പോവുക, ഓഫുള്ളൊരു ദിവസവും ഫുൾ ഡേ ജോലി ചെയ്യുന്ന ഒരു ദിവസമാകുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മുടെ ലീവുള്ളൊരു ദിവസം നമ്മൾ റിലാക്സ് ആവാനായിട്ട് നോക്കുക. ഏഴാമത്തത്, ഉള്ള സാധനങ്ങൾ കൊണ്ട് ജീവിക്കാനായിട്ട് ശീലിക്കുക. അതായത് നമുക്ക് എവിടെ കാണുന്ന സാധനങ്ങൾ, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അമിതമായിട്ട് സാധനങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനൊന്നും വാങ്ങിക്കൊണ്ടുവരാതിരിക്കുക.
ആവശ്യത്തിന് മാത്രം മതി എന്തും. അതായത് ഡ്രസ്സ് ആയിക്കോട്ടെ, കിച്ചണിക്കുള്ള പാത്രങ്ങളായിക്കോട്ടെ, ടോയ്സ് ആയിക്കോട്ടെ, അങ്ങനെ എന്തും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.